എന്ന് പറഞ്ഞ ഒരാൾ ട്രിവാൻഡ്രത്തു നിന്നാണ്, ഈ അയർലൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. അനു ഒരിക്കൽ അയറിനെ കണ്ടപ്പോൾ പറഞ്ഞേ, പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ഓരോ മനുഷ്യന്മാർ കൃപാസനത്തിൻ്റെ അനുഭവങ്ങൾ സൂക്ഷിക്കണതേ. അയറിനെ കണ്ടപ്പോൾ അനു പറഞ്ഞത് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെന്ന്. അപ്പം അന്ന് തന്നെ ഈ കൃപാസനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വിഷയമുണ്ട്. അപ്പം നിങ്ങളോർക്കും നിങ്ങൾ ആ അനുവാണ് ഈ കുടുംബം മുഴുവൻ രക്ഷപ്പെടുത്തിയത്. എന്താണ്? ഒറ്റ വാക്കുകൊണ്ടാണ്. അയറിനോട് പറഞ്ഞു പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അത് അവളുടെ തലയ്ക്ക് പിടിച്ച സംഭവം. അതായത് നിങ്ങൾ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൈമാറുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സുവിശേഷമാവുകയും സുവിശേഷമേകുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുകയാണ് ചെയ്യണത്. ഇങ്ങനെയാണ് പേഴ്സണൽ റിലേഷൻ വർദ്ധിപ്പിക്കണത്. മനസ്സിലായ? ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് വിളിച്ചു പറയണമല്ല, ദൈവത്തെ കൂടി തോന്നണം. മോസസിനെ കുറിച്ച് തോന്നിയില്ലേ? എനിക്ക് മോസസിനെ അറിയാമെന്ന് പറഞ്ഞു. അതാണ് സംഭവം. അത് നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ദൈവത്തിന് നമ്മളെ അറിയാൻ കഴിയണത്. ഇപ്പം എന്തുകൊണ്ടാണ് മോസസിനെ അറിയാമെന്ന് പറയാൻ കാരണം? അതിൻ്റെ താഴെയുണ്ട്, അതായത് 32, അതായത് പുറപ്പാടിൻ്റെ 32 താഴെ ശ്രുതികട ഹല്ലേലൂയ 32:14 താഴെ വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. പുറപ്പാട് 32:14. തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. മോശ കൈകളിൽ 2 ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി. പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. പലകകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു. നിങ്ങൾ ഈ ഒരു ഭാഗം വായിച്ച 32:14 നിൽക്കണം നമ്മളെ പുറപ്പാട്. ഇവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഈ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ മോസസ് ദൈവത്തോട് പട്ടാങ്ങി പറയും. ദൈവത്തോട് പറയും, അങ്ങനെ നീ നശിപ്പിക്കരുത്. നശിപ്പിച്ച ഒരു പ്രശ്നമുണ്ട്. എന്താണ്? വാഗ്ദാന നാട് കാണിക്കാം, അവകാശമായി നൽകാമെന്നും പറഞ്ഞാണ് ഈജിപ്തിൽ നിന്ന് നീ ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പം നിനക്കതിനുള്ള ദൈവത്തിനുള്ള കഴിവില്ലാത്ത കൊണ്ടാണ് മരുഭൂമി വെച്ച് അവരെ കൊന്നു കളഞ്ഞതെന്ന് ഈജിപ്തുകാർ പറഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന് പറയാം. ആര്? ദൈവത്തിന് എന്തെങ്കിലും അപമാനം സംഭവിച്ചാൽ മോശ പറയുകയാണ് ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന്. ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം. ഇവിടെ പ്രശ്നം, നിൻ്റെ കുടുംബത്തിൽ വിശ്വാസം കുറഞ്ഞാൽ, നിൻ്റെ കുടുംബത്തിലുള്ളവരും നിൻ്റെ അറിവിൽപ്പെട്ടവരും ദൈവത്തിൽ നിന്ന് അകന്നു പോണത് കണ്ടാൽ, നിനക്ക് വിഷമം തോന്നിയാൽ, ആ വിഷമം ഏതറ്റം വരെ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം നിന്നെക്കുറിച്ച് കുറിച്ച് വെക്കുന്ന വ്യക്തിപരമായ ബയോഡേറ്റ ആയിരിക്കും. അതാണ് ദൈവം പറയണത്. എന്തിനു പറയും? ഉടനെ ദൈവം പറയുകയാണ് പുറപ്പാട് 32:14, ദൈവം ഈ ജനത്തെ നശിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞുവെന്ന്. ആ മോസസിൻ്റെ മാധ്യസ്ഥത്തിൽ ജനത്തെ തെറ്റ് ചെയ്ത ജനത്തെ ദൈവം വെറുതെ വിടും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇവൻ്റെ മധ്യസ്ഥം വഹിച്ചവൻ്റെ മനസ്സ് തകർന്നിരിക്കുകയും ഇത്രയും നിഷ്കളങ്കമായിട്ട് ഇത്രയും ആത്മാർത്ഥമായിട്ട് ആത്മബന്ധത്തോടു കൂടി ഈ ജനത്തെ ചെങ്കടൽ കടത്തി ഇവിടം വരെ കൊണ്ടുവന്നിട്ട് പോലും ഒരു നിമിഷം ദൈവത്തിന് മോസസിനെ കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് നിറക്കേട് കാണിച്ചൊരു ജനമില്ലേ, ഇവരെയും കൊണ്ട് വാഗ്ദാനം നാട്ടിൽ പോകുന്ന പ്രശ്നമില്ല എന്ന് പറയും. എന്നിട്ട് ദൈവം പറയും ഈ കൽപ്പന എന്ന് കാണിച്ചിട്ട് പറയും ഇതിൽ വിശ്വസിക്കാത്തവരും അതുപോലെ തന്നെ ഈ ഉടമ്പടിയുടെ ഭാഗമല്ലാത്തവരും ഇനി ഈജിപ്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും മാറി നിൽക്കാൻ പറയും. അപ്പോൾ അവരവർക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന്. മോശം നോക്കുമ്പോൾ എണ്ണി നോക്കുമ്പോൾ 3000-ൽ കൂടുതൽ ആൾക്കാർ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകാത്തവരോട് പറയും അവന്മാരുടെ പെടലെടുക്കാൻ പറയും. കാര്യം ദൈവത്തിൻ്റെ മനസ്സ് വേദനിച്ചത്, ദൈവം കരുണയുടെ വിട്ടെങ്കിലും മോസസ് കരുണയുടെ വിടത്തില്ല. ദൈവത്തിന് വേണ്ടി അവനത് ചെയ്തിരിക്കും. അതാണ് മോസസ്. അതുകൂടി വെച്ചുകൊണ്ടാണ് പറയണത് ഐ നോ ഹിം എന്ന്. എൻ്റെ മനസ്സിലൊരു ധാർമ്മിക രോക്ഷമുണ്ടായാൽ അത് ഞാനായിട്ട് കടിച്ചമർത്തിയാലും കടിച്ചമർത്താത്തവനാണ് എൻ്റെ ആത്മബന്ധം, അവനാണ് മോസസ്. എൻ്റെ ഉടമ്പടി ആത്മബന്ധത്തിൻ്റെ ഒരു പ്രത്യേക ശാസ്ത്രമാണ്. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ഉൾപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആയിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു വിഷയം, ഉടമ്പടിയുടെ നിയോഗങ്ങളായ നമ്മൾ വെച്ചിരിക്കുന്ന ഭൗതിക ആവശ്യങ്ങളെക്കാൾ വലുത് ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മീയ ആവശ്യങ്ങളാണ് ഇതിൻ്റെ കാതലെന്ന് പറയുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ഇത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഉടമ്പടിക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് നിത്യത വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ്. ഇത് നിങ്ങളുടെ നാട് കൊണ്ട് അവസാനിക്കണില്ല. നിങ്ങളിവിടെ എല്ലാ തരത്തിലുള്ള മനുഷ്യരുണ്ട്. ചിലരെ കുഴിച്ചിടും, മരിച്ചു കഴിയുമ്പോൾ ചിലരെ കത്തിച്ച് കളയും. എന്തായാലും ആ കുഴിക്കും കത്തിക്കലിനും അപ്പുറത്തേക്കാണ് ഉടമ്പടി നിങ്ങളെ കൊണ്ടുപോകുന്നത്, ദൈവത്തിൻ്റെ നിത്യത വരെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥികർത്താവായ ദൈവമേ, ഈ ഉടമ്പടിയിലൂടെ അങ്ങയുമായി ആത്മബന്ധത്തിലെ ആഴപ്പെടാനുള്ള പ്രത്യേക വിവേചന അധികാര വെളിപാട് ശക്തി എനിക്ക് നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇത്രയും നേരം അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും ആത്മബന്ധത്തിലെ ദൈവവുമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അത് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധങ്ങളെ ആഴപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് കണ്ടുകൊണ്ട് വേണം ആ വിഷയങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഉടമ്പടിക്കാലം വരെ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഒപ്പിച്ച് ഒരു ഫങ്ഷണറി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഉടമ്പടി സ്ലോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഉടമ്പടി കാലത്ത് ഉടമ്പടിയുടെ ചില നിബന്ധനകളെ ഭംഗന്തരേണം നിറവേറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു താത്വികമായിട്ടും സാങ്കേതികമായിട്ടൊക്കെ ഉടമ്പടി ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴും സ്ലോ ആയിപ്പോവും. പലരുടെ ഉടമ്പടിക്ക് അനുഗ്രഹം ഇങ്ങനെ സ്ലോ ആകേണ്ട കാര്യമില്ലേ? ഈ ഉടമ്പടി തരണ കാലത്ത് കർത്താവ് പറഞ്ഞ ഉടമ്പടി ഉടനടി അനുഭവം എന്നാണ് പറഞ്ഞത്. ബിഷപ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് മാറ്റിയത്. പിതാവിനെ അനുസരിച്ചുകൊണ്ട് മാറ്റിയതാണ്, അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല എനിക്ക്. പക്ഷെ ഉടമ്പടി ഇപ്പോഴും ഈശോ പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ ദിവസം അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ആൾ സാക്ഷ്യം പറഞ്ഞു. നിങ്ങൾ അയ്യപ്പൻ്റെ സാക്ഷ്യം കിടപ്പുണ്ട്. അയ്യപ്പൻ തൃശ്ശൂർക്കാരനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മകൻ പെട്ടെന്ന് ഡിസ്ക് ബൾജായിട്ട് അരക്കെട്ടിന് താഴേക്ക് മൊത്തം മരവിച്ചു പോയി, ശരീരം മൊത്തം മരവിച്ചു പോയി. കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും മരവിപ്പ് തന്നെ. കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മരവിപ്പ് തന്നെ, മാറ്റമില്ല. മരവിക്കണം എന്ന് പറയുന്നത് വല്ലാത്ത മരവിപ്പാണ്. സൂചി കൊണ്ട് കുത്തിയാൽ പോലും തൊടയിൽ അറിയത്തില്ല. അപ്പോൾ എന്തൊരു മരവിപ്പായിരിക്കും അത്. നടക്കാൻ പറ്റത്തില്ല, കിടപ്പാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചാൽ പോലും അറിയാതെ അവസാനം മൂത്രം ഒഴിച്ചാൽ പോലും മൂത്രം പോയതായിട്ട് അറിയത്തില്ല. അങ്ങനെ അവസ്ഥയായി. അപ്പോൾ അദ്ദേഹത്തിനോട് പലരും പറഞ്ഞു, ഇത് ഈ ഡോക്ടേഴ്സ് കുറേ ചികിത്സ എല്ലാം കഴിഞ്ഞു, പല സ്ഥലത്തും പോയ സ്ഥലം പോയ ആശുപത്രി ഒന്നും ഇവിടെ പേരൊന്നും ഇവിടെ പറഞ്ഞ ആവശ്യമില്ലല്ലോ. അവർക്ക് പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും പോയി. പിന്നെ അവസാനം പറഞ്ഞ് ചില പറയും രോഗമൊന്നും കാണുന്നില്ല, സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ സൈക്കാട്രിസ്റ്റ് അടുത്തും പോയി. എന്നിട്ട് മരവിപ്പിന് മാറ്റമൊന്നുമില്ല, എഴുന്നേക്കാനും പറ്റണില്ല. അവസാനം ആരാണ്ട് ഒരു ടീച്ചറെ, അത് ഒരു മെൻറ്റർ, ആരാ പേര്? ജാസ്മിൻ എന്നും പറഞ്ഞൊരു ടീച്ചർ അവരുടെ വീട്ടിൽ ചെല്ലാം, ഉടമ്പടി തേന് കൊടുക്കാൻ വേണ്ടി. അത് കൊടുക്കാൻ ചെന്നപ്പോൾ അവർക്ക് സംശയം തോന്നി, പറയണോ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പറയണോ? പറഞ്ഞാൽ ഇവർക്ക് എന്ത് തോന്നുമായിരിക്കും, അവരത് ആക്ഷേപിച്ച് കളയുക. അപ്പോൾ അത് സങ്കടമാണ്.
മാതാവിനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് പറയുന്നവർക്ക് സങ്കടം വരത്തില്ലേ? പറയണ്ടേ. പക്ഷേ ജാസ്മിൻ ഇവർ തീർന്നെന്ന് കണ്ടപ്പോൾ, ഇനി ഒരു മാർഗ്ഗമില്ലെന്ന് കണ്ടപ്പോൾ ജാസ്മിൻ പറഞ്ഞ് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ്. ഉടനെ അയ്യപ്പൻ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് വീൽ ചെയറിലാണ് വന്നത്. ഉടമ്പടി എടുത്തു, ആൾത്താറിലും വന്ന് പ്രാർത്ഥിച്ചു, മാതാവിനെയും കണ്ട്. അപ്പോൾ ഒരു കൊല്ലമായിട്ട് അനക്കമില്ലാത്ത പയ്യനാണ്. ചേർത്തല ചെന്നപ്പോൾ അവൻ പറഞ്ഞ് വണ്ടി നിർത്തിക്ക്, എനിക്കൊന്ന് ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ ഇറങ്ങി നിന്ന് രണ്ട് ചെവിട് നടന്ന്, എന്നിട്ട് പിന്നെ തളർന്നപ്പോൾ പിന്നെയും കയറിയ ആൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആദ്യവാരം മാതാവ് സ്വപ്നത്തിൽ വെച്ചാൽ പറഞ്ഞ് ഫെബ്രുവരി 26-ാം തീയതി കംപ്ലീറ്റ് സുഖമാവുമെന്ന് പറഞ്ഞവനോട്. 28 ഫെബ്രുവരി 28-ാം തീയതി കംപ്ലീറ്റ് സുഖമാവെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ അതേ സമയത്ത് 28-ാം തീയതി അവൻ നടക്കാൻ തുടങ്ങിയാണ്. ഇതാണ് കൃപാസന അനുഭവം എന്ന് പറയണത്. അപ്പം നമ്മളൊന്ന് മനസ്സ് വെച്ച ഒരു സെക്കൻഡ് മതി ഈ വിഷയം. നിങ്ങളെ സാക്ഷ്യം നോക്കണം. ആ സാക്ഷ്യം കിടപ്പുണ്ട്. അയ്യപ്പൻ്റെ സാക്ഷിയാണ് ഈ ആഴ്ചത്തെ നല്ല വലിയ സാക്ഷ്യങ്ങളൊന്നും അതാണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനും മരവിച്ച് തീർന്നു, ഇനി ഇവിടെ കിടന്ന് മരിച്ചു പോകത്തുള്ളെന്ന് വിചാരിച്ചാലും അമ്മ വന്നൊന്ന് തൊട്ടാൽ അതോട് ജീവൻ തിരിച്ചു കിട്ടും. അപ്പോൾ ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. അപ്പോഴും നിങ്ങൾക്ക് അത്രയും വ്യക്തമായ കാര്യമാണെങ്കിൽ ആദ്യമതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അടയാളം കാണട്ടെ. അയ്യപ്പൻ്റെ മുന്നിൽ കാണിച്ചല്ല, ആൻ്റപ്പൻ്റെ മുന്നിൽ കാണിച്ചല്ല, എനിക്ക് കാണിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നടക്കത്തില്ല സംഭവം. അപ്പോൾ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ദൈവവുമായിട്ട് ആത്മബന്ധം ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ ദൈവത്തിന് തോന്നണം ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ മകനാണ്. ഉടമ്പടിക്കാലം കഴിഞ്ഞാലും നീ വിശുദ്ധിയോടെയും ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഉടമ്പടി ടൈം ഷോർട്ടായി വരും. അതായത് ഉടമ്പടി നമ്മൾ സാക്ഷി മനസ്സിലാവും. ഉടമ്പടി വിത്തിൻ നോ ടൈമായി വർക്കൗട്ട് ചെയ്യണത്. അതിന് മാറ്റമൊന്നുമില്ല. സമയമെന്ന് പറഞ്ഞാൽ സമയത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ദൈവമാണ്. അതുതന്നെ അതിൻ്റെ വിധാതാവും ദൈവം തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ക്രമീകരിക്കപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം എടുത്ത് 31:15-16 എടുക്കുക. സങ്കീർത്തനം 31:15-16. സങ്കീർത്തനം 31:15-16. എന്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്, ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്ന് പറഞ്ഞേ, എന്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്. മനസ്സിലായില്ലേ? നമ്മുടെ നിയോഗം എവിടെയാണ് കിടക്കുന്നത്? ഭാഗധേയം ഇവിടെ എന്താണ്? നമ്മുടെ ഷെയർ, നമ്മുടെ അവകാശം, നമ്മുടെ നിയോഗം, അതായത് 31:15 സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗധേയം അങ്ങയുടെ കരങ്ങളിലാണ്, നിന്റെ കരങ്ങളിലാണ്. 6 ഭാഗധേയമാണെന്ന് നമ്മൾ നോക്കണം. 6 ഭാഗധേയം, 6 നിയോഗം. അതെന്താണ്? 6ഉം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അപ്പോൾ ദൈവം ടൈം ഷോട്ട് ചെയ്താൽ പെട്ടെന്ന് ടൈം ഷോട്ടാകും. കാര്യം എന്താണ്? സമയം. അത് ഇംഗ്ലീഷ് ബൈബിൾ ഭയങ്കര രസമാണ്. മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. ഭാഗധേയം എന്നല്ല കിടക്കണത്. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് നമുക്ക് മനസ്സിലാവും. മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. എൻ്റെ സമയം നിന്റെ കയ്യിലാണെന്ന്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഈ മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് എന്ന് പറഞ്ഞില്ലേ? എന്താണ്? എൻ്റെ സമയം, എൻ്റെ ജോലി കിട്ടുന്ന സമയം, എൻ്റെ വിവാഹ സമയം, മൈ ഡെസ്റ്റിനേഷൻ, എൻ്റെ ഭാഗധേയം, എനിക്ക് മക്കൾ ഉണ്ടാകുന്ന സമയം, അതാണ് നിൻ്റെ കയ്യിലാണെന്ന്. അതാണ് സങ്കീർത്തനം 32:31-15. അതായത് എനിക്ക് ജോലി കിട്ടുന്ന സമയം എവിടെയാണ്? നിൻ്റെ കൈകളിലാണ്. എൻ്റെ വിവാഹ സമയം നിൻ്റെ കൈകളിലാണ്, അല്ലേ? എൻ്റെ പരീക്ഷ വിജയത്തിൻ്റെ സമയം നിൻ്റെ കൈകളിലാണ്. അപ്പോൾ എല്ലാം മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. സങ്കീർത്തനം 31:15. ഇനി ദൈവത്തിൻ്റെ കൈകളിലാണ് നമ്മുടെ ഭാഗധേയമെങ്കിൽ
നമ്മുടെ ഓരോ നിയോഗങ്ങൾ നിവൃത്തിയാകുന്ന ടൈമെങ്കിൽ ഈ ടൈം ഷോർട്ട് ചെയ്യാനുള്ള മാർഗം എന്താണ്? ടൈം ഷോർട്ട് ചെയ്യാനുള്ള മാർഗം എന്താണ്? അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം എടുത്ത് ജ്ഞാനം 14:13 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ജ്ഞാനം 4:13. ജ്ഞാനം 4:13. ഹ്രസ്വകാലം കൊണ്ട് പറഞ്ഞേ. ഹ്രസ്വകാലം കൊണ്ട്. ഹ്രസ്വകാലം കൊണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട്. ഷോർട്ട് ടൈം കണ്ടാ. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ വിജയകുമാർ സാറിൻ്റെ ടോക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ അത് നമ്മൾ ഒപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കണേ. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന വിഷയം ആ വചനം ഒന്നിനെ പറഞ്ഞ് ജ്ഞാനം 4:13 എന്താ പറയുക? ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ ഹ്രസ്വകാലം കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. അപ്പൊ ദീർഘകാലം കൊണ്ട് നേടേണ്ട കാര്യങ്ങളെ നമുക്ക് ഷോർട്ട് ടൈമിൽ നേടാൻ പറ്റും. ദീർഘകാലം കൊണ്ട് നേടേണ്ട കാര്യങ്ങളെ നമ്മൾക്ക് ഷോർട്ട് ടൈമിൽ നേടാൻ പറ്റും. എങ്ങനെ? എന്ത് ചെയ്യണം അതിനു വേണ്ടി? അത് ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിക്കണം. പറഞ്ഞു മനസ്സിലായില്ലേ? ഇപ്പോൾ ഉടമ്പടി ഹ്രസ്വകാലമാണ്, 90 ദിവസമേ ഉള്ളേ. ഈ 90 ദിവസത്തിനുള്ളിൽ പൂർണ്ണത കൈവരിക്കണം. അല്ല പുതുക്കിയിട്ട് പത്രം കൊടുക്കാതെ ഇരിക്കരുത്. ചിലർ പറഞ്ഞില്ല, ഞാൻ സാക്ഷ്യം പറയാൻ വന്നിട്ടും പറയുമേ സാക്ഷ്യമൊക്കെ കിട്ടി കല്യാണമൊക്കെ നടന്ന് ഞാനേ പത്രം ഇപ്പോഴും കൊടുത്തിട്ടില്ല, രോഗികളെ ഇപ്പോഴും കണ്ടിട്ടില്ലെന്നൊക്കെ പറയും. അതായത് എന്നിട്ട് ഇവർ കെട്ടിയെടുത്ത് കാനഡയിലും അവിടെ യൂറോപ്പിലൊക്കെ ചെല്ലും എന്ന് പറയുമേ അവിടെ രോഗികളൊക്കെ കാണാൻ ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞു ദൂരദർശനം കൊണ്ട് പോകും, കാണാൻ പറ്റും. വല്ല ഓരോ ഉടായ്മ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കണം സാക്ഷ്യം പറയാൻ വേണ്ടി. ഈ ക്യാമറയുടെ കാലിന് പിടിച്ച് തലക്കറി തല്ലണമെന്നാണ്. അതെന്നാ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യാത്ത കാര്യം ഇവിടെ പറയുകയാണ്. അതായത് ഈ സമയം വരെ ആ 90 ദിവസം കഴിഞ്ഞ് ദൈവം ഒരു അനുഗ്രഹിച്ചു. ഇപ്പോഴും രോഗികളെ കണ്ടിട്ടില്ല അവർ, ഇപ്പോഴും പത്രം കൊടുത്തിട്ടില്ല അവർ. പക്ഷെ ബൈബിൾ എന്താ പറയണത്? ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചാൽ ദീർഘകാലം കൊണ്ട് ദൈവം ചെയ്യാനുള്ളത് ആ ഹ്രസ്വകാലത്ത് ദൈവം ചെയ്യും. അതാണ് ഉടമ്പടിയുടെ പ്രശ്നം. അത് വിജയകുമാർ സാർ എന്താ പറയാൻ കാര്യം എന്താ അറിയാമോ? വിജയകുമാർ സാർ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ എന്തോ ഒരു പരിപാടിക്ക് വന്നായിരുന്നു ഇവിടെ. ഒരു ദിവസം ഒരു പരിപാടിക്ക് ഒരു രാഷ്ട്രീയ പ്രോഗ്രാം ഉണ്ടായപ്പോൾ വിജയകുമാർ സാർ വന്ന് കഴിഞ്ഞപ്പോൾ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, അച്ഛാ കാശെല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്, സർക്കാരിൻ്റെ കയ്യിലാണ്. പുള്ളിക്ക് പയറും അരിയൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്ന പരിപാടിയാണ്. നല്ല കാശുണ്ട്, കോടികൾ കിട്ടാനുണ്ട്. പക്ഷേ ഇപ്പം ലോൺ എടുക്കേണ്ടി വരികയാണ്. അതിൻ്റെ പലിശ പോലും ഗവൺമെൻറ് തരത്തില്ല. ഞാൻ കോടതിയിൽ പോയിരിക്കണമെന്ന് പറഞ്ഞു, ഹൈക്കോടതി പോയിരിക്കുകയാണ് ഗവൺമെൻറ്റിനെതിരെ. പക്ഷേ അതിന് ഏത് കാലത്താണ് ഇനി ഗവൺമെൻറ് നോട്ടീസ് അയക്കണം. അപ്പോൾ ഗവൺമെൻറ് കാര്യം പറയും. പിന്നെ അത് 10 കൊല്ലം വേണമെങ്കിൽ നീണ്ടുപോകും. ആ സമയത്ത് പലിശ എന്തുമാത്രം പോകും? അച്ഛനൊരു ഡേറ്റ് പറയാൻ പറയും. അതാ പ്രശ്നം. എന്ന് വെച്ചാൽ മാതാവ് അച്ഛനിലൂടെ എനിക്കൊരു ഡേറ്റ് പറയണം. അതാണ് പുള്ളി ഉദ്ദേശിക്കണത്. മാതാവ് അച്ഛനിലൂടെ ഒരു ഡേറ്റ് പറയണം. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല. ഒരു ഭാഗ്യ പരീക്ഷണമായതുകൊണ്ട് ഞാൻ വേറെ പല സീരിയസ് സബ്ജക്റ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോകാൻ നേരത്ത് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷേ പിന്നെ പുള്ളി പുറത്ത് പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അത് തിരിച്ച് എന്നോട് ചോദിച്ചപ്പോൾ അച്ഛാ ഒരു ഡേറ്റ് പറയുന്നത് പറയും. ഒരു ഡേറ്റ് പറയാം അച്ഛാ പറഞ്ഞു. എന്തിനാണ്? കോടതിയിൽ നിന്ന് സർക്കാരിൽ നിന്ന് കാശ് കിട്ടാനൊരു ഡേറ്റ് കോടതിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറയും. അപ്പോൾ ഞാൻ പറയും ഏപ്രിൽ എന്ന് പറയും. കാര്യം പുള്ളി പറയാതെ പോകത്തില്ല. ഏപ്രിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കും. ഞാൻ ഏപ്രിൽ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് പണി വെക്കരുത് കേട്ടെന്ന് പറയും. അത് ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധമാണ്.
നമുക്ക് ദർശനത്തെ കണ്ടിട്ട് പറയണതല്ല. ഞാൻ ഏപ്പിളെന്ന് പറയും. ഏപ്പിളെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് നോക്കും. ഞാൻ മാതാവിനെ അവിടെ എൻ്റെ മുറി വെച്ചിട്ടുണ്ട്. പറഞ്ഞു അമ്മേ പറഞ്ഞിട്ടുണ്ട് കേട്ടാ, പക്ഷേ എന്താ പ്രശ്നം? ഇത് ഓണർ ചെയ്യേണ്ട ചുമതല ആർക്കാണ്? അമ്മയ്ക്കാണ് ചുമതല. നമുക്കൊന്നും അമ്മ വെറുതെ പറയാതെ ഈ മനുഷ്യൻ പോകത്തില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എന്നോട് പറയാം, പിന്നെ പുള്ളിക്കാരൻ പറയും അച്ഛാ അങ്ങനെ പറഞ്ഞാൽ ഡേറ്റ് പറയാൻ പറയും. ഞാൻ പറയും 14 പറയും. ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിറ്റേ ദിവസം, അത് ഏപ്രിൽ ഈ പറഞ്ഞ മാർച്ച് 13 നടന്ന സംഭവമാണ്. മാർച്ച് 14 എന്നെ വിളിച്ചു പറഞ്ഞ് അച്ഛാ അമ്മ കോടതി വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ്. എന്താ പറഞ്ഞിരിക്കണത്? ഒരു നോട്ടീസ് പോലും സർക്കാരിന് ഇഷ്യൂ ചെയ്യാതെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർഡർ ഇട്ടിരിക്കുകയാണ്. 60 ദിവസം, 14 തൊട്ട് 60 ദിവസം, 60 ദിവസത്തിനുള്ളിൽ കാശ് കൊടുത്ത് തീർക്കാൻ വേണ്ടി. ദാറ്റ് മീൻസ് ആ 14 തന്നെ പറഞ്ഞ ഡേറ്റ് തന്നെ ഹോണർ ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 14 പറഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയില്ലേ, അമ്മയെ കണ്ടാണ് പറഞ്ഞിരിക്കണം, അല്ലാതെ ഞാൻ വേറെ ദർശനം കണ്ട് പറഞ്ഞതല്ല, അമ്മയെ ആശ്രയിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് ബന്ധമെന്ന് പറയണത് അതാണ്. നിങ്ങൾ ഉടമ്പടിയിലോട്ട് പോകുമ്പോൾ ഇത്തരം ഒരു ബന്ധം ദൈവമായിട്ട് ഉണ്ടാക്കണം. അല്ലാതെ ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓടി വന്ന് തിരികെത്തിച്ച് പിന്നെ ഉതിക്കെടുത്തി പിന്നെ തോന്നിയ വാസം പോലെ നടന്ന് പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓടി മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ മാതാവ് മോസസിനോട് ദൈവം പറഞ്ഞ പോലെ എനിക്ക് നിന്നെ അറിയാമെന്ന് പറയും. എനിക്ക് നിന്നെ അറിയാവുന്ന ദൈവം പറഞ്ഞോട്ടൊരു കുഴപ്പമില്ല. പക്ഷേ മോസസിനോടെ കുറിച്ച് പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് പറയണം, നെഗറ്റീവായിട്ട് പറയാൻ പറ്റരുത്. ദൈവം അതും പറയും.